നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഏറ്റവും ചൂടുള്ള വാർത്ത എന്ന് പറയുന്നത് അത് ഇസ്രയേലിൽ നിന്നാണ് വരുന്നത്. അതായത് ഇസ്രയേലിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയപ്പെടുന്ന അയൺ ഡോമിൻ്റെ സീക്രട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ ഇറാൻ്റെ പക്കലെത്തി എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ട്. ഇസ്രയേലിൻ്റെ തന്നെ റിസർവ് സൈനികരാണ് ഈ ഒരു രഹസ്യങ്ങൾ ഇറാന് കൊണ്ടെത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന മാധ്യമമാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി 2 ഇസ്രയേലി സൈനികരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 പേരിൽ പ്രധാന പ്രതിയായിട്ടുള്ള യൂറി ഏലിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇദ്ദേഹത്തിന് 21 വയസ്സാണ് പ്രായം വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറി ഏലിയാസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അയൺ ഡോം യൂണിറ്റുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടിരുന്നത്. അതായത് ആ ഒരു യൂണിറ്റിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതിനാൽ തന്നെ ഈ അയൺ ഡോമിൻ്റെ ടെക്നോളജി ഇറാന് കൈമാറിയിരിക്കാം എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. റിപ്പോർട്ടുകൾ പറയുന്നത് ഇവർ സാമ്പത്തിക ലാഭം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതെന്നാണ്. ഈ യൂറി ഏലിയാസിന് ഏകദേശം $2,500 ഇതിന് പ്രതിഫലമായിട്ട് ഇറാൻ ഏജന്റ് നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. അത് സ്വാഭാവികമാണ്, കാരണം 21 വയസ്സ് മാത്രമേ ഇവർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ടൈമിൽ ചിലപ്പോൾ സാമ്പത്തികം കൂടുതലായിട്ട് വേണമെന്നൊരു ത്വര തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. എന്നാൽ ഇത്തരം ഒരു പ്രവൃത്തിയുടെ ഒരു പ്രത്യാഘാതം ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ മാത്രമല്ല, നിരവധി പേരെയാണ് ഇറാന് വേണ്ടി സ്പൈ വർക്ക് ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രയേൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുതന്നെയല്ല, ഈ IDFന്റെ ബേസുകൾ, മിലിറ്ററി ബേസുകളിൽ ഫോട്ടോഗ്രാഫി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരെ ഇസ്രയേൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ഒന്ന് ആലോചിക്കണം, ഇമ്പോർട്ടൻ്റ് ആർമി ബേസുകളായിട്ടുള്ള നവാട്ടിം, അതുപോലെ തന്നെ റമട്ട് ഡേവിഡ് എയർബേസ് തുടങ്ങിയ ബേസുകളുടെയും ഇതുപോലെ ഫോട്ടോ എടുത്തിരുന്നു. അതിനനുസരിച്ച് നിരവധി പേരെ അറസ്റ്റും ചെയ്തിരുന്നു. എന്നാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ബേസുകളിലും വളരെ ശക്തമായിട്ടുള്ള ഇറാൻ്റെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു വാർത്തയുടെ ചൂട് പിടിച്ച് മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അയൺ ഡോമിൻ്റെ ടെക്നോളജി തന്നെ ഇപ്പം ഇറാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അവർക്കെല്ലാം അറിയാം എന്ന രീതിയിലാണ് വാർത്ത വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതുപോലൊരു അയൺ ഡോം നമുക്ക് അമേരിക്കയ്ക്കും വേണം. അതായത് അമേരിക്കയും ഇനി അയൺ ഡോം ഉണ്ടാക്കാനായിട്ടുള്ളൊരു പരിശ്രമത്തിലാണ് എന്നാണ് ഈ ഒരു വാർത്തകൾ വരുന്നത്. ഈ ഒരു അയൺ ഡോം, അതായത് അമേരിക്കയ്ക്കായിട്ടുണ്ടാക്കുന്ന അയൺ ഡോം USA തന്നെ ആയിരിക്കും മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഈ അയൺ ഡോം എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് ഷോർട്ട് റേഞ്ചിലുള്ള മിസൈലുകൾ മാത്രമേ അതിന് കണ്ടെത്തി നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ലോങ് റേഞ്ച് ആയിട്ടുള്ള മിസൈലുകളും അല്ലെങ്കിൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ മിസൈലുകളും എന്നും തന്നെ ഇതിന് ഡിറ്റക്റ്റ് ചെയ്ത് നശിപ്പിക്കാനുള്ള കഴിവില്ല. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് അവർക്ക് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ കൊണ്ടുള്ള അറ്റാക്ക് ഒരുപക്ഷെ അത്ര കണ്ട് അവർക്ക് വരാൻ സാധ്യതയില്ല. അവർക്ക് മെയിൻ ഭീഷണി എന്ന് പറയുന്നത് ഇൻ്റർ കോണ്ടിനെൻ്റൽ മിസൈലുകളാണ് അവർക്ക് ഏറ്റവും വലിയ ഭീഷണിയാകാൻ പോകുന്നത്. അത് തടഞ്ഞിടാനായിട്ട് ഈ അയൺ ഡോമിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. അതിനിടെ ട്രംപ് ഈ നെതന്യാഹുവിനെ ഇപ്പോൾ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അതായത് ഫെബ്രുവരി 4 ഈ നെതന്യാഹു അമേരിക്കയിൽ എത്തുന്നതും അതുപോലെ തന്നെ ഈ ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതും. ട്രംപ് 2ാമത്തെ തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ടായിരിക്കും ഒരു ഫോറിൻ ലീഡറുമായിട്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. നെതന്യാഹു തന്നെ ആയിരിക്കും ആദ്യമായിട്ട് ട്രംപുമായിട്ട് ഈ 2ാം ടൈമിൽ കൂടിക്കാഴ്ച നടത്താൻ പോകുന്ന ആദ്യത്തെ വിദേശ ലീഡർ എന്ന് പറയുന്നത്. അതായത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതായത് ഫെബ്രുവരി 4 നടക്കാൻ പോകുന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയായിരിക്കും. നിരവധി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഗസയിൽ ഇനി എന്തായിരിക്കും ഭാവി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇസ്രയേലിലേക്കുള്ള ഈ വെപ്പൺസ് അത് കൂടുതലായി കിട്ടുന്നതിനെക്കുറിച്ചും അതുപോലെ ചില വെപ്പൺസ് ഡീലുകൾ അമേരിക്ക ഡിലേ ചെയ്യുന്നുണ്ട്. ഇത് മാറ്റണം എന്ന രീതിയിലും നെതന്യാഹു ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപുമായിട്ട് ചർച്ച ചെയ്തേക്കാം. മറ്റൊരു വാർത്ത, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത, അത് ജെറുസലേം പോസ്റ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്നത് ഇസ്രയേലി മാധ്യമമാണ്. അത് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു മാധ്യമമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ ഒരു മാധ്യമത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ളയെക്കുറിച്ചൊരു കാര്യം വന്നിരിക്കുന്നത്. അതായത് ഹിസ്ബുള്ള പരാജയപ്പെട്ടിട്ടില്ല എന്നും ലെബനനിൽ ശക്തമായി തന്നെ തുടരുന്നു എന്നുമാണ് ഈ ഒരു ജെറുസലേം പോസ്റ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഹിസ്ബുള്ള പരാജയപ്പെട്ടു എന്ന രീതിയിലുള്ള ഇസ്രയേലിൻ്റെ വാദങ്ങളെല്ലാം പൊളിച്ചടുക്കുന്നത് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെയാണ് എന്നൊരു കാര്യവും നമ്മളിവിടെ ആലോചിക്കേണ്ടതാണ്.
നമ്മൾ ഇതൊക്കെ വിട്ട് നോർത്തേൺ ഗസയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവരെത്തുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, കാര്യം അവിടുത്തെ കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമാണ് അവരെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത്. അല്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ തന്നെയായിരിക്കും ഇനിയുള്ള കാലവും. കാര്യം ഇതൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ്. ഏകദേശം ഒരു 3 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് ഇപ്പോൾ നോർത്തേൺ ഗസയിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് മാസങ്ങളായിട്ടുള്ള ഇസ്രയേലി ബോംബിങ്ങിൽ ഇപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഒരു നോർത്തേൺ ഗസ ആ ഒരു റീജിയൻ ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കും നിരവധി പേരാണ് റോഡ് മാർഗം അവർക്ക് കയ്യിൽ കിട്ടുന്ന എന്തൊരു സാധനം എടുത്തുകൊണ്ടും അവർ ഈ ഒരു റോഡ് മാർഗം സ്വന്തമായിട്ട് ജനിച്ചു വളർന്ന ആ ഒരു ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ.